My dear friends, we are talking about development. ഇന്ത്യയുടെ വളർച്ച അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. മറ്റൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ഇതിൻ്റെ പിന്നിലില്ല. എങ്കിലും ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളും പണ്ട് നമ്മളെ കണ്ണെടുത്ത് കണ്ടുകൂടാത്ത രാജ്യങ്ങളും നമ്മളൊരിക്കലും അതിനെ ദൃഷ്ടജീവികളെ കാണുന്ന പോലെ കണ്ടിരുന്ന പല രാജ്യങ്ങളും നമ്മളെ ഇന്ന് വളരെ സപ്പോർട്ടീവായിട്ടും നമ്മൾ വളരെ വലിയ ബുദ്ധിജീവികളായി അംഗീകരിച്ചുകൊണ്ടും അവർ നമ്മളെ കാണാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എന്ന് വേണം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പ്രത്യേകിച്ചും ജർമ്മൻ, നമുക്കെല്ലാവർക്കും അറിയാം ജർമ്മന് വേൾഡിലുള്ള സ്ഥാനം എന്താണ്, അവരെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഒരു കാലത്ത് ചരിത്രങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. അവർ ബുദ്ധിജീവികളുടെ ഇന്ന് ഇസ്രായേലിനെ എങ്ങനെയാണോ ജനങ്ങൾ വിശേഷിക്കപ്പെടുന്നത് അതേ ലെവലിൽ വിശേഷിക്കപ്പെട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ജർമ്മൻ. ഹിറ്റ്ലറുടെ കാലത്തിന് ശേഷം അവരിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളും അവരുടെ പരാജയങ്ങളും അതിനോട് ബന്ധപ്പെട്ട് ജിയോ പൊളിറ്റിക്കൽ സംവിധാനങ്ങളുമാണ് അവരെ ഈ നിലയ്ക്ക് കൊണ്ടെത്തിയത്. എങ്കിലും അവർ അവരുടേതായ സ്ഥാനം നിന്നും വേൾഡിൽ മൂന്നാമത്തെ എക്കണോമിയായി ഇന്നും നിലനിൽക്കുന്നു. അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഇത്തരം ഒരു രാജ്യം ഇന്ന് ഇന്ത്യയുമായിട്ടൊരു ഡിഫൻസ് ഡീൽ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. അവരുടെ ഗവൺമെൻറ് പാർലമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഫോക്കസ് ഓൺ ഇന്ത്യ എന്ന് പറഞ്ഞു പോയുള്ള ഒരു വൈറ്റ് പേപ്പർ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നു, നമുക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാതിൻ്റെയും പിന്നിൽ അവർ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് ഡീല് തന്നെയാണ്. ഇന്ത്യ വളർന്നു വരുന്ന എമർജിങ് കൺട്രിയാണ്. അവരുടെ കൂടെ വളർന്നു വന്നാൽ ഇപ്പം നമ്മളെല്ലാവരും പല രാജ്യങ്ങളിലും പോകുന്നു. ഉദാഹരണം പല സ്റ്റേറ്റുകളിലും അവരൊരു സിറ്റുവേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല, അവിടെ ബിസിനസ് നടക്കില്ല. കാര്യം അവിടുത്തെ ബിസിനസ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എല്ലാം ഒരു സിറ്റുവേഷൻ വളരെ മോശമാണ്. ഇപ്പം നമ്മൾ പല മിഡിൽ ഈസ്റ്റ് പല കൺട്രികളിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലരും വളർന്നു വന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരൊരു സിറ്റുവേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വർക്കുകളില്ല, വേറെ തലങ്ങൾ അന്വേഷിച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇന്ന് ജർമ്മൻ രാജ്യം കംപ്ലീറ്റ് നോക്കുന്നത് അവരുടെ ചാൻസലർ ഇന്ത്യയിൽ വിസിറ്റ് നടത്തിയിരിക്കുന്നു. മോദി ബ്രിക്സിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്നതിനായി പുള്ളി കാത്തിരിക്കുന്നു. വരുന്ന ആ സമയത്ത് തന്നെ വരുന്നു, ഇവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. വന്നു കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി they want to sign a deal with India. അതിനു മുമ്പ് ഒഫീഷ്യൽ ലെവലിലായ പല മീറ്റിങ്ങുകളും പല സംസാരങ്ങളും നടത്തിയിരുന്നു. ഇന്ത്യയുടെ കഴിവിനെ അവർ അംഗീകരിക്കുന്നു എന്നതിന് തെളിവാണ് ആദ്യമായിട്ട് അവർ നമ്മുടെ 20,000 എംപ്ലോയി ആളുകളെ കൊണ്ടുപോകാം എന്നുള്ളൊരു കോൺട്രാക്റ്റിന് 90K ആക്കി അവർ ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. ഇത് ഒരു വശത്ത്. മറുവശത്ത് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റ് 75I എന്ന് പറയുന്ന ഒരു പദ്ധതി ഇന്ത്യക്ക് നിലവിലുണ്ട്. അതിനെ കണ്ണുവെച്ചുകൊണ്ടാണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. ഈ ഡീലുകൾ സൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ 75I എന്ന് പറയുന്ന പദ്ധതി, ഈ പ്രോജക്റ്റ് 75 ഇറ്റ്സെൽഫ് ഈസ് ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിലെ 6 സബ്മറൈൻ മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ്. ആ കോൺട്രാക്റ്റ് അവർക്ക് ജർമ്മൻ ചെയ്യാം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അവർ കടന്നു വരുന്നത്. ഇതിലായിട്ട് ആൾറെഡി 2 കമ്പനികൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ജർമ്മനും പിന്നെ സ്പെയിനുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഇതിന് കോൺട്രാക്റ്റ് ജർമ്മൻ എടുക്കാം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് വരുന്നത്. മോസ്റ്റ്ലി ജർമ്മനി തന്നെയായിരിക്കും കൂടുതൽ സാധ്യത എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് ഓഫ്കോഴ്സ് ഇറ്റ്സ് നോട്ട് എ ന്യൂക്ലിയർ സബ്മറൈൻ ടെക്നോളജി എന്ന ജർമ്മൻ്റെ കയ്യിലില്ല. അമേരിക്ക, ഫ്രാൻസ് അങ്ങനെ ചില രാജ്യങ്ങളിൽ വളരെ ചുരുക്കം വിരലുണ്ടാവുന്ന രാജ്യങ്ങളിൽ മാത്രമേ 1-2 രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇവർ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ഡീസൽ ഇലക്ട്രിക് ടൈപ്പ് ജനറേഷനാണ്, ഫ്യൂവൽ ജനറേഷനാണ് കൊണ്ടുവരുന്നത്. 6 എണ്ണം ഉണ്ടായിക്കൊണ്ടുവരുന്നു. ഈ 6 എണ്ണത്തിൻ്റെ കോൺട്രാക്ട് വാല്യൂ ഇറ്റ്സെൽഫ് ഈസ് നിയർലി അബൌട്ട് $6 ബില്യൺ. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ $5.8 ബില്യൺ കോൺട്രാക്റ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തരം ഒരു പ്രോജക്റ്റ് 75I കണ്ണും നട്ടുകൊണ്ടാണ് ജർമ്മൻ നമ്മളുമായിട്ട് കൂട്ടുപോകുന്നത്. നല്ല കാര്യമാണ്. ജർമ്മൻ ടെക്നോളജി അവർ നമുക്ക് ഒരു നിരുപാധികം നമുക്ക് തരുന്നു.
അവർ ആൾറെഡി പ്ലാൻ ചെയ്യുന്നു ഇന്ത്യയിലൊക്കെ അവരുടെ സംവിധാനങ്ങൾ ചെയ്തിട്ട് ഇന്ത്യയിൽ ചെയ്യുന്നതിനും കുറച്ച് അവർ അവിടെ ചെയ്യുന്നതിനും ഇന്ത്യയിൽ നിന്ന് ഇത്ര ആളുകളെ കൊണ്ടുപോകുന്നതിനുമുള്ള പദ്ധതികളും അവർ ചെയ്യുന്നു. ഇതൊക്കെയാണെങ്കിലും ഇന്ന് ജർമ്മനി യൂറോപ്പിലെ നമ്മളെ സംബന്ധിച്ച് ഒരു ട്രേഡിംഗ് പാർട്ട്ണർ എന്ന ലെവലിൽ $22 ബില്യൺ ട്രേഡിംഗ് ഒരു വർഷം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഇത് ഗോയിങ് ടു ബി 40 to 60 വരെ ആക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. മേ ബി പോസിബിൾ, ദെൻ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവർ ഇത്തരത്തിലൊരു ഡീല് നമ്മളുമായിട്ട് ചെയ്യുന്നു. അതുകൂടാതെ അവർ കാണപ്പെടുന്ന അവരുടെ മുന്നിൽ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? അറിഞ്ഞോ പറയാതെയോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ എല്ലാവിധ നേറ്റോ കൺട്രി എന്നുള്ള നിലയ്ക്കും യൂറോപ്യൻ കൺട്രി എന്നുള്ള നിലയ്ക്കും ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ റഷ്യയിൽ നിന്നും അവരുടെ ടെക്നോളജി കാര്യങ്ങളിൽ നിന്നും ഡിഫൻസ് സെക്ടർ പാക്റ്റിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറുക. ഇതുകൂടാതെ ഇന്ത്യയുമായിട്ട് ഡിഫൻസ് സെക്ടർ സൈൻ ചെയ്യുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ബെനിഫിറ്റ് നമ്മളിപ്പോൾ മറ്റു രാജ്യങ്ങളുമായിട്ട് അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ഫ്രാൻസ് ഒക്കെ ആയിട്ട് സൈൻ ചെയ്തിരിക്കുന്ന പാക്റ്റുകളുണ്ട്. അതിനനുസരിച്ചിട്ട് ഡിഫൻസ് പാക്ട് ഉള്ളതുകൊണ്ട് അവർക്ക് അവരുടേതായ ഡിഫൻസ് ഷിപ്പുകളും ഫ്ലൈറ്റുകളും ഇവിടെ വന്ന് ഡോക്ക് ചെയ്യുന്നതിനും ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നതിനും ഇതിനുള്ള സംവിധാനങ്ങൾ അവർക്ക് കിട്ടുന്നതായിരിക്കും. ഇതേ സെയിം സംവിധാനം ജർമ്മനിയും ആഗ്രഹിക്കുന്നു. അവരും ഇന്ത്യയുമായിട്ട് നല്ല റിലേഷനിൽ, ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു തുടക്കമായിട്ട് വേണമെന്ന് കാണാൻ. ഇത്തരം ഒരു സാഹചര്യത്തിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇവർ 90,000 ആളുകളെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് ഒരു വർഷം എടുക്കുന്നതിന് തയ്യാറാവുന്നു എന്ന് പറയുന്നതോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാര്യം നല്ലത് തന്നെയാണ്, ഇവിടെ പണിയില്ലാതിരിക്കുന്ന ജനങ്ങൾക്ക് അവിടെ വിദ്യാഭ്യാസം, ജോലിയൊക്കെ കിട്ടുന്നതാണെങ്കിലും. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ഫാക്ടറികളും മറ്റുള്ള സ്ഥാപനങ്ങളും സ്ഥാപിച്ച് ഇന്ത്യയിൽ ആൾക്കാരെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ജോലി ചെയ്ത് ഇന്ത്യയുടെ പ്രൊഡക്ഷനും ഇന്ത്യയുടെ കേപ്പബിലിറ്റിയും വർദ്ധിക്കുക ഒന്ന്. പിന്നെ ജർമ്മനിയുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലോട്ട് വരുന്നതിനും അവരുടെ ഇന്ത്യയിൽ ഫാക്ടറികൾ ഇട്ടും ഇന്ത്യയിൽ കണ്ടമാനം ഫാക്ടറി ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവന്നും അവരുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യ ഡെവലപ്പ് ആവുന്ന രീതിയിലോട്ട് നമ്മൾ കടന്നു വരുന്ന ഒരു സംവിധാനം നമുക്കുണ്ടായിരിക്കണം. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത് സഹായിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഇന്നത്തെ സാഹചര്യത്തിൽ വരുന്ന അവരുടെ ഭാഗത്തു നിന്ന് ഒരു 66% ബിസിനസ് നമ്മുടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യൂറോപ്യൻ കൺട്രികളിൽ നിന്നും. പക്ഷെ അവർക്ക് മെയിനായിട്ട് ചൈനയുമായിട്ടുള്ള റിലേഷൻ കട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയുമായിട്ട് അവർക്ക് ഇന്ന് മനസ്സിലായി ഇന്ത്യ ഒരു വികസിത രാജ്യമാണ്, പണ്ടത്തെ പോലെ ഒരു സിറ്റുവേഷൻ അല്ല എന്നുള്ളത് എല്ലാ കാര്യങ്ങളിലും അവർ എവറി സ്റ്റെപ്പ് ദേ ആർ വാച്ചിങ്. അതിൻ്റെ ബേസിലാണ് അവർ ഇത്ര ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അവർ മാനസികമായിട്ടും എല്ലാ വിധത്തിലും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ അവർ അംഗീകരിക്കുന്നു. നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റോ ഇന്ത്യൻ ഒപ്പോസിഷനോ നമ്മളിതിന് അത് ഒപ്പോസിഷൻ്റെ പണിയാണ് എതിർക്കുക എന്നുള്ളത് ഓക്കെ അംഗീകരിക്കുന്നു. പക്ഷേ എങ്കിലും നമ്മൾ ന്യായമായ രീതിയിലുള്ള അംഗീകാരങ്ങൾ ശരിയോ തെറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. യെസ് എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് പല പണക്കുകളും ദേഷ്യങ്ങളും പല പ്രശ്നങ്ങളും നമുക്കുണ്ടെങ്കിലും നമ്മൾ ഇത്രയും വലിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ വേൾഡിലെ മൂന്നാമത്തെ എക്കണോമി നമ്മുടെ അടുത്ത് കൂട്ടുകൂടാൻ വരുന്നു. എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ സൗന്ദര്യം കണ്ടിട്ടല്ലല്ലോ. അത് ഇത്രയും കൊല്ലം നമ്മളുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് അന്നൊന്നും വന്നില്ല? ഇപ്പം എന്തുകൊണ്ട് വരുന്നു? വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് നൗ? ഇതാണ് അവിടുത്തെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇന്ത്യ വളരുന്നു എന്നുള്ളത്. ദാറ്റ്സ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഇതുപോലെ തന്നെ അമേരിക്ക മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ അവരും നമ്മളോട് ഒരു ഡിഫൻസ് കോൺട്രാക്ട് സൈൻ ചെയ്ത് ഇന്ത്യയിൽ അവരുടെ ഫ്ലൈറ്റുകൾ നടത്തുന്നതിനും ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നതിനും മറ്റുള്ള ഫെസിലിറ്റികൾക്കുമായി ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നു. അതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ വെസ്റ്റേൺ നാറ്റോ സഖ്യത്തിൻ്റെയോ മറ്റുള്ളവരുടെയോ തന്ത്രപ്രധാനമായ എന്തെങ്കിലും ചതിയോ വഞ്ചനയോ കുളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കണോ. അത് നമ്മുടെ ബുദ്ധിമാന്മാരുമായ ലീഡേഴ്സ് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ നടത്തുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രോജക്റ്റ് 75I വേണ്ടുന്ന എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പദ്ധതി നടപ്പാകട്ടെ. നമ്മുടെ ഈ സബ്മറൈൻ ടെക്നോളജിയിൽ നമ്മുടെ സമുദ്രങ്ങൾ കാക്കുന്നതിനും അതിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ വിടുന്നതിനും അത്രയുള്ള എല്ലാ മിസൈലുകൾ വിടുന്ന ടെക്നോളജി കൊണ്ടുവരുന്ന ആർജിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രോജക്റ്റുകൾ കടന്നു ഇനിയും വരട്ടെ, ന്യൂക്ലിയർ സബ്മറൈൻ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നയിക്കുന്നു. നമസ്കാരം. ഭാരത് മാതാ കി ജയ്.